എനിക്ക് ആരോടെങ്കിലും കുറച്ച് സംസാരിക്കാനുണ്ട്. ആത്മഹത്യയുടെ വക്കിലാണ്. എനിക്ക് ആരോടെങ്കിലും കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് തിരിച്ച് ഉപദേശമോ അല്ലെങ്കിൽ തിരിച്ച് മറുപടി ഒന്നും വേണ്ട. വെറുതെ കേട്ടിരിക്കാൻ എനിക്കൊരു ചെവി വേണം. നീ ഒരുപാട് നേരം അവനെ കേട്ടിരുന്നു. അവന് വളരെയേറെ പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരു തഴുകലിലോ ഒരു തലോടലിലോ ചുമ്മാ വെറുതെ പോട്ടെ ഞാൻ കൂടെ ഉണ്ട് എന്നൊരു പറച്ചിലോ തീരുമായിരുന്ന ഒരു സാധനമാണ്. എന്താണ് നമ്മുടെ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവാണ്. പണ്ടൊക്കെ ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചു വളരുന്ന കാലത്തൊക്കെ നമ്മുടെ എന്ത് സങ്കടങ്ങളും പറയാൻ ഒരു സൗഹൃദ വൃന്ദം നമുക്കുണ്ടായിരുന്നു. കുറെ കൂട്ടുകാരൻ പറയും നമ്മൾ അല്ലെങ്കിൽ കൂടുമെന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ആളിന്റെ ചോട്ടി പോയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വണ്ടിക്കകത്തിരിക്കും, നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുമായിരുന്നു. ഞാൻ തിരിച്ചൊന്നും തന്നെ പറയേണ്ടി വന്നില്ല. അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളോട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തക്കതായിട്ടുള്ള ഭീകരതയൊന്നുമില്ല. പക്ഷെ ചെറിയ ചെറിയ വിഷയങ്ങളെ അവൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ടിട്ട് ഇങ്ങനെ പെരുക്കി അത് തന്നെ അവന്റെ ഹൃദയം മുഴുവൻ നിറഞ്ഞ വല്ലാത്തൊരവസ്ഥയിലേക്ക് ലഹരിയിലേക്കൊക്കെ പോയി ചാടി. ഭാഗ്യത്തിനൊക്കെ അവൻ ലഹരിയിൽ നിന്ന് തിരികെ കയറി വന്നത്. എന്നിട്ട് അതിന്റെ ഇടയിൽ അവൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പറയാനുള്ളതൊക്കെ അവളൊന്ന് കേട്ടിരുന്നെങ്കിൽ. അവൾക്ക് സമയമില്ല, അവളുടെ ബെസ്റ്റിയുടെ കൂടെ അവളുടെ സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങി നടക്കണം, വിട്ടേക്കു. അത് ഈ പറഞ്ഞ പോലെ മറ്റൊരു യൂണിവേഴ്സാണ്, ഒരു പാരലൽ യൂണിവേഴ്സ്. അവന്റെ സുഹൃത്തുക്കൾ എന്തേ കേട്ടില്ല, അല്ലെങ്കിൽ അവൻ എന്തേ അത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടായില്ല. ഞങ്ങളോട് ചോദിച്ചു എന്താ കൂട്ടുകാരില്ലാത്ത എന്ന് വെച്ചാൽ പറഞ്ഞത് എന്റെ വൈബിനൊത്ത കൂട്ടുകാരില്ല, അല്ലെ ഞാൻ കുറച്ചുകൂടി കൂടുതൽ വീട്ടിന്റെ അകത്തിരിക്കാൻ. അവിടെയാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരെ, പുറത്തിറങ്ങണം. നമ്മൾ ഈ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴാണ് കേട്ടോ. അത് അങ്ങനല്ല. അതിന്റെ ഒരു നമ്മൾ വളരേണ്ടത് സമൂഹത്തിൽ ഇറങ്ങി തന്നെയാണ്. നമുക്ക് കുറേ സൗഹൃദങ്ങൾ ഉണ്ടാവണം. ഒരാൾക്ക് സൗഹൃദങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. പരമാവധി സുഹൃത്തുക്കളെ ഉണ്ടാക്കണം. ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കും. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്തും ഷെയർ ചെയ്യാം നമുക്ക് അവരോട്. സുഹൃത്തുക്കളോളം പ്രിയപ്പെട്ട ഒരു ആൽമരം, അല്ലെങ്കിൽ ഒരു നിഴൽ, ഒരു തണൽ, ഒരു ആശ്വാസം, മറ്റൊന്നുമില്ല. കേൾക്കാൻ ചെവികളില്ലാത്ത കാലമാണ്. മറ്റൊരാളെ കേൾക്കാൻ നമുക്കാകണം. പറയാൻ ഉള്ള മനസ്സ് നിങ്ങളും കാണിക്കണം.